നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഏവർക്കും അറിയാം, 2025 മാർച്ച് മാസം 29 ശനി രാശി മാറുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിനോടകം തന്നെ അനവധി കാര്യങ്ങൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആസ്ട്രോ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. ജനങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രതികരണം ആ വീഡിയോയ്ക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്നുണ്ടാവും, അതിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ധാരാളം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് വിശദമായിട്ട് പറയാനുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാം കേട്ടിരുന്ന പ്രേക്ഷകരുടെ കാതലായിട്ടുള്ളൊരു സംശയം, ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഈ ശനിമാറ്റത്തിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുക എന്നുള്ളതാണ്. ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. കാരണം പുരാണങ്ങളൊക്കെ ചിന്തിച്ചാൽ പോലും, പുരാണങ്ങൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിലും ശനി ബാധിച്ച ആൾക്കാരുടെ കഥകൾ യഥേഷ്ടം നമ്മൾ കേൾക്കേണ്ടായിട്ടുണ്ട്. ആ കഥകളൊന്നും ഇപ്പോൾ പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥ, ബാലി രാവണൻ പോലെയുള്ള പരമപുരുഷന്മാരുടെ കഥ, ബലവാന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത ആൾക്കാർ പുരാണമൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ സാധാരണക്കാർക്ക് മനസ്സിലാവാനാണ് പുരാണങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെന്ന് വെച്ചാൽ, ശനി മാറ്റത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആശ്വാസം ലഭിക്കാവുന്ന 9 നക്ഷത്രക്കാരെ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 9 നക്ഷത്രക്കാർ, 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രക്കാർക്ക് മാത്രമാണ് ശനി മാറ്റത്തിലൂടെ കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കാവുന്ന ആൾക്കാരുള്ളത്. അത് ഒന്ന് ഇടവക്കൂറുകാരാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി നക്ഷത്രം, മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് സുവർണാവസരം തന്നെയാണ്. യാതൊരു കാരണവശാലും അവർക്ക് ശനി മാറ്റത്തിലൂടെ യാതൊരു ദോഷവും ഉണ്ടാവില്ല. കാരണം അവർക്ക് കണ്ടകശനി പോവുകയാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മളെപ്പോഴും കണ്ടകശനി കൊണ്ടേ പോകാറുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം ശനി അന്ത്യദ്രേക്കാണത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ്, രാശി മാറുന്ന സമയത്താണ് അതിൻ്റെ ദോഷം ഉണ്ടാവുക. പക്ഷെ ആളെ കൊണ്ടുപോവുക പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ശനി പീഠ ശരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവരെ ശനി അനുഗ്രഹിക്കുകയാണ്. 10ൽ നിന്നും കണ്ടകശനി, ജന്മക്കൂറിൻ്റെ 10ൽ നിന്നും വിട്ട് 11ലേക്ക് വരുമ്പോൾ ശരിക്കും ശനി അവരെ അനുഗ്രഹിക്കുകയാണ്. ശനിദേവൻ അവരെ അനുഗ്രഹിക്കുകയാണ്. അവർക്ക് പല വിധത്തിലുള്ളതായ സൗഖ്യങ്ങളും പല വിധത്തിലുള്ള സമ്പത്തുകളുടെ ആഗമനവും, അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ധനാദി സമ്പത്തുകളൊക്കെ, ചിലർ കടം വാങ്ങിയിട്ട് തരാത്തതുണ്ടാവും, നമ്മൾ വലിയ ലോണുകൾക്ക് അപേക്ഷിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വലിയ തരത്തിലുള്ളതായ ധനാദി ആഗമനങ്ങൾ നമുക്ക് അർഹതപ്പെട്ട, കിട്ടാൻ വൈകിയിരിക്കുന്ന, അങ്ങനെ വിചാരിച്ചാൽ മതി, കിട്ടാൻ കാലതാമസം നേരിട്ട് വരുന്ന പല ധനാദി സമ്പത്തുകളുടെയും ആഗമനങ്ങളും വലിയ രീതിയിലുള്ളതായ സത്കീർത്തിയും, കാരണം അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയം കാണുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ ഉള്ള പല പ്ലാനുകളും വിജയിക്കാൻ ഈ ശനിമാറ്റം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സഹായിക്കും. വലിയ തരത്തിലുള്ള സൽകീർത്തികളും ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ നിമിത്തം ഉണ്ടാകുന്ന ആശ്വാസവും, അതായത് വേണ്ട സമയത്ത് ചെയ്ത് തീർക്കുന്നതിലൂടെ ലഭിക്കുന്ന ആശ്വാസം, അത് ചെറുതല്ല. നമ്മൾ ഉചിതമായ സമയത്ത് ഒരു വിഷയത്തിലേക്ക് ഇടപെടുക, ഇപ്പോൾ പോയത് നന്നായി എന്ന് പറയാറില്ലേ, ഇപ്പോൾ പോയില്ലെങ്കിൽ അത് കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളുകൾക്ക് ഉചിതമായിട്ടുള്ള സമയമാണ്. കൃത്യമായിട്ട് നിങ്ങൾ മാർച്ച് 29 ശേഷം അത്തരം ഇടപെടലുകൾ നടത്തിക്കോളൂ, നിങ്ങൾക്ക് അതിൽ നിന്നും ആശ്വാസം ഉണ്ടാവും. അതേപോലെ തന്നെ ശത്രുക്കളുമായുള്ള സന്ധി സംഭാഷണത്തിലൂടെ ഉണ്ടാകുന്ന വിജയം, ശത്രുക്കൾ പരാജയപ്പെടുകയാണത്. അവിടെ ശത്രുക്കൾ അടിയറവ് പറയുകയാണ്. അതിലൂടെ അവരുടെ സന്ധി സംഭാഷണത്തിലൂടെ വലിയ കേസുകളുടെ കാര്യമാണ് പറയണത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നടത്തുന്ന വലിയ വലിയ കേസുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ സമയം ആനുകൂല്യമാണ്. മാക്സിമം നിങ്ങൾ ഈ സമയത്തെ വിനിയോഗിക്കുകയാണെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, സംശയമില്ല. കാരണം അലസ പ്രേക്ഷ്യ ദുഃഖ നിര്യാണാധികാരകവും എന്താ എന്ന് പറയേണ്ട, അലസതയും പ്രേക്ഷിതയും എല്ലാം വിട്ട് ശനി നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇടവക്കൂറുകാർക്ക് വളരെ വലിയ ആശ്വാസം തന്നെയാണ്. ശനി ആകെ 3 ഭാവത്തിൽ മാത്രമാണ് ഗുണം തരുന്നത്. ഒന്ന് ജന്മക്കൂറിൻ്റെ 3-ൽ, ജന്മക്കൂറിൻ്റെ 11-ൽ, ജന്മക്കൂറിൻ്റെ 6-ൽ. ബാക്കി എല്ലാ ഭാവങ്ങളിലും ദോഷമായിട്ട് തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. മന്ത്രേശ്വരൻ, വസിഷ്ഠൻ, പരാശരൻ, വരാഹമിഹിരൻ തുടങ്ങിയിട്ടുള്ള ജ്യോതിഷ
കുതികികൾ അല്ലെങ്കിൽ ജ്യോതിഷാചാര്യന്മാർ മഹാമുനീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ഒറ്റ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് ശനിദേവൻ 3, 6, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രം ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റുള്ളതായ കാര്യങ്ങളിൽ ചെന്ന് പെടണ്ട. കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും പലരും പറയും, അതെല്ലാം നമ്മൾ അതേപടി വിഴുങ്ങണ്ട. ഇത് ശാസ്ത്രീയത ഉള്ളതാണ്, അതിന് പ്രമാണങ്ങളുമുണ്ട്. 11ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് സൗഖ്യാനാം ഏകാദശസ്തു ബഹുവിധ വിഭവ പ്രാപ്തി ഉത്കൃഷ്ട കീർത്തിയും വിശ്രാന്തിയും വ്യർത്ഥകാര്യാൽ സഹൃദയമരിഭി സ്ത്രീസുത വ്യാധിമന്തിയെ. 11ഉം 12ഉം ഭാവത്തിൻ്റെ ഫലമാണത്. 12ൽ ഏറ്റവും മോശമാണ്, കാരണം 7 ശനി തുടങ്ങുകയാണ്. അത് മേടക്കൂറുകാർക്കാണ്, അതിനെപ്പറ്റി നമ്മൾ പിന്നീട് പറയും. അപ്പോൾ സൗഖ്യാനാം ഏകാദശസ്തോ ബഹുവിധ വിഭവ പ്രാപ്തി ഉത്കൃഷ്ടകീർത്തിം എന്ന് പറഞ്ഞതുകൊണ്ട് പല സൗഖ്യത്തിലുള്ളതായ പലതരത്തിലുള്ളതായ സൗഖ്യങ്ങളും 11ാം ഭാവത്തിൽ കിട്ടുമെന്നും പല വിധത്തിലുള്ള വിഭവങ്ങൾ ലഭിക്കുമെന്നും ഉത്കൃഷ്ടമായിട്ടുള്ള കീർത്തി ഉണ്ടാവുമെന്നും മന്ത്രീശ്വരൻ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. തുലാക്കൂറിൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദവും അടങ്ങുന്ന 2 നക്ഷത്രക്കാർക്ക് അവർക്ക് ശനി 6ൽ പ്രവേശിക്കുന്ന സമയമാണ്. 6ാം ഭാവത്തിൽ എല്ലാവിധത്തിലുള്ളതായ സുഖങ്ങൾ വർദ്ധിക്കുകയും, എടുത്തു പറഞ്ഞിട്ടുണ്ട്, എല്ലാവിധത്തിലുള്ളതായ സുഖങ്ങൾ വർദ്ധിക്കുകയും എന്നൊരൊറ്റ വേർഡ് കൊണ്ട് എല്ലാ തരത്തിലായ സൗഖ്യം കിട്ടുമെന്ന് ഉറപ്പായി അവിടെ. അതേപോലെ തന്നെ രോഗാതി ദുരിതങ്ങൾ, പ്രത്യേകിച്ച് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഞരമ്പ് സംബന്ധിയായിട്ടുള്ള വ്യാധികൾ, അതിൻ്റെ പീഡയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. ശത്രുക്കളിൽ നിന്നുള്ള വലിയ മോചനം, ഇതെല്ലാം നമുക്ക് ഈ ശനിമാറ്റത്തിലൂടെ തുലാക്കൂറുകാരെ കാത്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളാണ്. ഒന്ന്, രോഗാതി ദുരിതങ്ങൾക്കുള്ളൊരു സമാധാനം, രോഗശാന്തി, അതേപോലെ തന്നെ വനവാസം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന മോചനം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. സാഹചര്യങ്ങളെ കൊണ്ട് തടവിലാക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കുണ്ടാകുന്ന മോചനം, ശത്രുപീഠകൾക്ക് ആശ്വാസം ഒക്കെ ഈ ശനിമാറ്റത്തിലൂടെ തീർച്ചയായിട്ടും ഈ തുലാക്കൂറുകാർക്ക് കിട്ടിയിരിക്കും, സംശയം വേണ്ട അതിൽ. ഇനി പറയാനുള്ളത് മകരക്കൂറാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു ആശ്വാസം, അവർക്ക് 7.5 ശനി കഴിയാണ്. ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിപ്പോൾ മകരക്കൂറുകാരാണ്. കാരണം അവർക്ക് 7.5 വർഷമായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും തീർന്ന് ശനി 3ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മകരക്കൂറിൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദമടങ്ങുന്ന മകരക്കൂറുകാർക്ക് സ്ഥാനത്തിന് ഉന്നതി ഉണ്ടാവും. വളരെ വലിയ നല്ലൊരു കാര്യമല്ലേ, സ്ഥാനത്തിന് ഉന്നതി ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിൽ നിന്നും പ്രാപ്തി ലഭിക്കാനാണ്. സ്ഥാനഭൃത്യ അർത്ഥലാഭം ച. സ്ഥാനത്തിനും ഭൃത്യജനങ്ങൾ വർദ്ധിക്കുന്നതിനും, ഭൃത്യജനങ്ങളെന്ന് പറയുമ്പോൾ അവനവൻ്റെ കാര്യം നടത്താനുള്ളതായ സേന, അവരുടെ ഭൃത്യന്മാരുടെ എണ്ണം വർദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് ശിരസാവഹിക്കുന്ന ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാവുക. ധനവും യശസ്സും വർദ്ധിക്കുകയും സഹോദരജനങ്ങൾക്ക് പുഷ്ടിയും, സഹോദരന്മാർ നിമിത്തം നമുക്ക് ഉയർച്ചയും അഭിവൃദ്ധി, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ഇന്ന സ്ഥാനത്തിരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നമുക്ക് കേമായിട്ട് പറയാൻ പറ്റാവുന്ന ഒരു സമയവും, സഹോദരനാൽ നമ്മൾ അറിയപ്പെടുകയും അല്ലെങ്കിൽ സഹോദരൻ്റെ പേരിലൂടെ നമ്മൾ അറിയപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അവർക്ക് 7.5 ശനി കഴിഞ്ഞ് ശനിദേവൻ അവരെ അനുഗ്രഹിക്കുന്ന സമയമാണ്. എപ്പോഴും 7.5 ശനി കഴിഞ്ഞു പോകുമ്പോൾ ശനി ശരിക്കും നല്ല പാഠം പഠിപ്പിച്ചിട്ടാണ് പോവുക, അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടും കൂടിയിട്ടാണ് പോവുക. അപ്പോൾ 3ലേക്കുള്ള ആ ശനിയുടെ യാത്ര വളരെ അനുകൂലമാണ്. അപ്പോൾ ഈ ശനിമാറ്റത്തിലൂടെ ആശ്വാസം കിട്ടുന്ന ആകെ 9 നക്ഷത്രക്കാർ മാത്രമാണുള്ളത്. ഒന്ന് കാർത്തിക, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദമടങ്ങുന്ന ഇടവക്കൂറുകാർ, അതേപോലെ തന്നെ ചിത്ര, ചോതി, വിശാഖത്തിൻ്റെ അവസാനത്തെ 3 പാദമടങ്ങുന്ന തുലാക്കൂറുകാർ, ഉത്രാടത്തിൻ്റെ
അവസാനത്തെ 3 പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദമടങ്ങുന്ന മകരക്കൂറുകാർ, ഇവർക്ക് മാത്രമാണ് ശനിമാറ്റത്തിലൂടെ ആശ്വാസം ലഭിക്കുന്ന 9 നക്ഷത്രക്കാർ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് മനസ്സിരുത്തിക്കോളൂ. യാതൊരു സംശയവും വേണ്ട. ഇവർക്ക് ശനിപീഠ ഒഴിഞ്ഞ് കാലം അനുകൂലമാവുകയാണ്. പിന്നെ മറ്റ് ഗ്രഹമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ശനിമാറ്റത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ശനിയുടെ കാര്യങ്ങൾ മാത്രമേ പറയൂ. മറ്റ് ഗ്രഹഗോചരങ്ങളൊക്കെ അതാത് കാലങ്ങളിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ അതിൽ നിന്ന് ഗുണമോ ദോഷമോ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഫൈനലൈസ് ചെയ്യാം. എന്നിരുന്നാലും ശനിപീഠ ഒഴിയുക എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളിൽ അത്ര വലിയ ദോഷം, ഏറ്റവും വലിയ ദോഷം ശനിപീഠയാണ്. കാരണം ദൈർഘ്യം കൂടിയ ദോഷം ശനിക്കുള്ളത് 7.5 ശനി എന്ന് പറയുന്നു. ചില ആൾക്കാർ 7.2 ശനി എന്ന് പറയാറുണ്ട്. കണ്ടകശനി 2.5 വർഷം, 7.5 ശനി 7.5 വർഷം. അപ്പോൾ ഈ 7.5 വർഷത്തെ കൊടും പീഠയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഒരു ഗ്രഹങ്ങളും ഇത്രയും കാലയളവിൽ ഒരാളെയും ബാധിക്കാറില്ല. മാക്സിമം 1 വർഷം വ്യാഴം, 1.5 വർഷം രാഹുകേതുക്കൾ, പിന്നുള്ളത് ശനിയാണ്. 7.5 ശനിക്കാർക്ക് 7.5 വർഷം, കണ്ടകശനിക്കാർക്ക് 2.5 വർഷം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശനിദേവൻ നമ്മളെ പാഠം പഠിപ്പിക്കുന്ന ആളാണ്. മാത്രമല്ല ശനീശ്വര പദവി പരമശിവൻ ശനിദേവന് മാത്രം ഗ്രഹത്തിൽ ശനിക്ക് മാത്രമാണ് ഈശ്വര പദവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്ര കേമനാണ് ശനി ഭഗവാൻ. എന്തായാലും ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോവുമായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.